മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയ കാര്യം ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. 2-3 പേര് വീതം ഉള്ള അനേകം ചെറിയ ലോഞ്ച് പാഡുകൾ വളരെ സജീവമായി നിലനിൽക്കുന്നു. സിയാൽകോട്ടിനടുത്ത് തന്നെ അതിർത്തി പ്രദേശമാണ്. സിയാൽകോട്ടിനടുത്ത് തന്നെ 12 അതുപോലെയുള്ള ലോഞ്ച് പാഡുകളാണ്. പിന്നീട് ജമ്മു അതിർത്തിയിലാണ് ഏറെ, കാശ്മീർ അതിർത്തിയേക്കാൾ കൂടുതൽ ജമ്മു മേഖലയും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ് ഏറെയും ഇങ്ങനെയുള്ള ലോഞ്ച് പാഡുകൾ. അതുകൊണ്ട് സർജിക്കൽ സ്ട്രൈക്ക് ആസന്നമാണോ എന്നൊരു ചിന്തയുണ്ട്. പക്ഷേ ഇപ്പോൾ മുറിഡ്കയിലും ബഹവൽപൂരിലുമൊക്കെയുള്ള വൻപൻ കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. ഇപ്പോൾ രീതിശാസ്ത്രം മാറിയിരിക്കുന്നു. വൻപൻ കേന്ദ്രങ്ങൾക്ക് പകരം അവിടെയൊക്കെ പരിശീലനം ലഭിച്ച്, മറ്റ് നിഗൂഢമായ ഇടങ്ങളിൽ പരിശീലനം ലഭിച്ച് അതിർത്തിയിൽ ചെറിയ 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 സ്മോൾ ഗ്രൂപ്പ്സായി വിന്യസിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് പാഠം പഠിക്കാൻ വിസമ്മതിക്കുന്ന പാകിസ്ഥാൻ. അല്ലാതെ അങ്ങനെ ഒരു തന്ത്രമായിരിക്കും ഒരേ സമയം പലയിടങ്ങളിൽ നിന്നുള്ള ആക്രമണം, ഒരേ സമയം മൾട്ടിപ്പിൾ. ഇത് ഹമാസ് ചെയ്ത ഒരു കാര്യമാണ്. ഒരേ സമയം എ കോൺസെൻട്രേറ്റഡ് അറ്റാക്ക്. ഒരു നിശാ പാർട്ടി അവിടെ നടക്കുന്നു ഇസ്രയേൽ ഗാസ അതിർത്തി പ്രദേശത്ത്, ഇസ്രയേലിനുള്ളിൽ. അവിടെയൊക്കെ 100 കണക്കിന് മോട്ടോർ സൈക്കിളുകളും വാഹനങ്ങളുമാണ് കടന്ന് കയറിയത്. കുറച്ച് പേരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. 1200 പേരെ കൊന്നു. അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ഇടങ്ങളിൽ മൊളോട്ടോവ് കോക്ടെയിൽ പോലെയുള്ള റോക്കറ്റുകൾ പായിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.